വീടിന് എന്തോ ശാപം കിട്ടിയിരിക്കാന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വിധി? ദാസം പറഞ്ഞ ഏട്ടന്റെ ഈ പിടിവാശി മാറും. ഞാൻ പറയാഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഒരു മടിയുണ്ടാവും, അതെനിക്കറിയാം. എത്ര നല്ല കുടുംബത്തിൽ നിന്നാ വന്നു പോണെന്നറിയോ? ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി. ചിലപ്പോ അങ്ങ് ചത്തുകളഞ്ഞ എന്തെന്നൂടെ തോന്നും. ഏതായാലും ഞാൻ അശ്വതിയോടൊന്ന് സംസാരിച്ചു നോക്കാം. പെൺകുട്ടികളായി ഇങ്ങനെ പിടിവാശി കൊള്ളില്ല. നിങ്ങൾ പറയുന്നു അനുസരിക്കില്ല. ഞാൻ പറഞ്ഞാലേ അല്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ അമ്മയുമായിട്ട് അശ്വതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. അതെ അതെ, ഞാനും കേട്ടു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി ഞാൻ കല്യാണമേ കഴിക്കുന്നില്ലെന്ന്. എപ്പോ നോക്കിയാലും എന്താ നീ പറഞ്ഞത്? എന്റെ ദൈവങ്ങളാണ് സത്യം. ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റില്ല. മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും. അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുണ്ടത്രേ. അതെന്താ പണിക്കരെ അവിടെ മാത്രം ആ പാറക്കല്ലുകൾ ഉണ്ടായത്? അതൊരു വലിയ കഥയാണ്. പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി. ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി. എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ. ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കെ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിന് മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ കാവായി. അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം. അങ്ങനെ 101 തികയതിന് മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും. നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ, നിന്റെ ബാലൻ വരും. മുത്തപ്പനാണ് സത്യം. കുട്ടപ്പ, കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് ഓടും. അയ്യോ, കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കുവോ? ഇല്ല. ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും അശ്വതി. പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും? ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത് അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്? പോടോ. കുത്തിന് പിടിക്കാഞ്ഞ ഭാഗ്യം. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക് ഹലോ, എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ, ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ? എടുത്തു. അല്ല ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ? നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായല്ലേ? ആ, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ട. ദാസാ, നീ വന്നാ ചോദിക്കട്ടെ. എന്തോ? നീ കാറിനകത്തൊരു മദാമം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ. വട്ടം കറങ്ങിയൊന്നുമില്ല. അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. നീ അവരുടെ ഏത് ഭാഷയിലാണ് സംസാരിച്ചേ? ഇംഗ്ലീഷില്.
അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസ. അറിയാൻ വയ്യാത്ത ഭാഷയായതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല. ബാലന്റെ അമ്മ പഠിച്ചിരുന്നത് ഡൽഹിയിലാ. എന്താ അവരുടെ ഇംഗ്ലീഷ്? അവിടെ ബന്ധത്തിൽ ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത? 2ാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻപുറത്തുകാരനോടെ കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത്. ബാലൻ 6 വയസ്സുള്ളപ്പോഴാ രേണുവിനെ പ്രസവിച്ചത്. ഇവക്ക് 3-4 വയസ്സായപ്പോഴാ ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത്. അല്ല, പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. അതല്ല, പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോണ്ടും കുഴപ്പമില്ല അല്ലേ? അവൻ നല്ലവനാ. നിന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച് എൻ്റെ അടുത്ത് വന്നത്. അനാഥനാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. പാവാ. മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, സമയം വരുമ്പോ എല്ലാം നടക്കുമല്ലേ മോളെ? അച്ഛനൊന്ന് കുളിക്കട്ടെ, ഇത്തിരി വെള്ളം ചൂടാക്ക. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്താ ഇവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 കുടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരക്കുട്ടിയാണോ? ഏത്? അല്ല, ആനയെ പത്മനാഭനാണെ 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും. എന്തേ 101 നിർത്തിക്കളഞ്ഞേ? 1001 ആവായിരുന്നില്ലേ? ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയാ, ഇത്തിരി കുടിച്ചോളൂ. പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞേ. ഞാൻ കൊടുത്തോളാം. ഇത് കുടിക്കില്ല കുട്ടിയെ. ഇതിന്റെ തലയിലെടുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ. അല്ല പിന്നെ അനുഭവിക്കുക തന്നെ. ഇല്ലണ്ടപ്പോ എന്താ ചെയ്യാ? സാരമില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ. ഓം സ്വാഹ. വരൂ. എന്റെ പ്രാന്തി ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കാം. വരൂ. അങ്ങോട്ട് കെട്ടുപണിക്കരെ എന്നെ ചതിക്കാനാ. ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും ഞാൻ കെട്ടിയ ഈ ഉറുക്ക് ധൈര്യത്തിൽ കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല. സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ക്ലീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരൂ. മോള് പേടിക്കണ്ട. ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെ അടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും. അവനെ മതിയായിരുന്നു. ഓം കൊണ്ടാ. ഓം ഒഴിഞ്ഞു പോ. അയ്യോ എന്റെ കുഞ്ഞ്. പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയൂല. തൊട്ടുഴിയാടാതെ കെട്ടു. തൊട്ടുഴിയാടാതെ കെട്ടാൻ. തിരിഞ്ഞു നോക്കരുത്. എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്. തൊട്ടുഴിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നത്. ശാന്തി ശാന്തി ശാന്തി. ചേച്ചി, ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കുന്നു പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡും ആയിരിക്കും. പുലികളുടെ കഴുത്തിൽ കെട്ടി തൂക്കുന്ന പോലെ. അല്ലടാ, ഇതുവല്ല ബോംബായിരിക്കും. പൊട്ടിത്തെറിക്കുക ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല. മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി, നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു. കത്ത് വന്നോന്ന്. പദ 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 സരി ഗരി ഗ.
മതി